അല്ല, ആരിത് ടിന്റുമോനോ? വരൂ. കുറെ നാളായി വിചാരിക്കുന്നു അമ്മാവന്റെ വീട്ടിൽ വിരുന്നുകാരണ്ടെന്ന്. പക്ഷെ സമയം കിട്ടുന്നില്ല അമ്മാവ. ഭാഗ്യം. അമ്മാവൻ എന്തെങ്കിലും പറഞ്ഞോ? ഏയ്, ഞാനൊരു ഏമ്പക്കം വിട്ടതാ. നീ ഇന്ന് വരുമെന്ന് എനിക്ക് കാലത്തെ അറിയാമായിരുന്നടാ. അതെങ്ങനെ അറിയാം? അതെന്ത് വിദ്യ? അതൊക്കെ അറിഞ്ഞടാ ടിന്റു, അതൊരു സൂത്രമാ. ഓ, ചുമ്മാ പുളു. അച്ഛൻ വിളിച്ചു കാണും. ഇവിടുത്തെ ഫോണ് കേടാ, ഇങ്ങോട്ട് വിളിച്ചാ കിട്ടില്ല. എങ്കിലും അമ്മാവൻ അച്ഛനെ അങ്ങോട്ട് വിളിച്ചു കാണും. ഫോണ് കേടാണെന്ന്. ഞാൻ കരുതി ഇങ്ങോട്ടുള്ള വിളിക്ക് മാത്രമേ പ്രശ്നമുള്ളൂ എന്ന്. ആട്ടെ, പിന്നെ എങ്ങനെ അമ്മാവൻ ഞാനിന്ന് വരുന്ന വിവരം അറിഞ്ഞു? മറ്റൊന്നും അല്ലടാ, ഇന്ന് കാലത്ത് തന്നെ തൊഴുത്ത് കിടന്ന് 2 പശുക്കളും ഭയങ്കര കരച്ചില്. അപ്പൊ തന്നെ ഉറപ്പിച്ചു നീ വരുന്നുണ്ടെന്ന്. പശുക്കൾക്ക് അതെങ്ങനെ അറിയാം? അപകടങ്ങൾ മുൻകൂട്ടി അറിയാൻ മൃഗങ്ങൾക്ക് പ്രത്യേക കഴിവുണ്ടെന്നാ പറയുന്നത്. അത് ശരി, അമ്മാവൻ എനിക്കിട്ടൊന്ന് താങ്ങിയതാണല്ലേ. ഏതായാലും നീ ഇരിക്ക്, ചോദിക്കട്ടെ, എന്തൊക്കെയുണ്ട് സ്കൂളിലെ വിശേഷങ്ങൾ? എല്ലാവരും സുഖമായിരിക്കുന്നു. സുമ ടീച്ചറുടെ കല്യാണം കഴിഞ്ഞു. അതല്ലടാ, സുമ ടീച്ചറുടെ കല്യാണം. എടാ, നിന്റെ പഠിത്തമൊക്കെ എങ്ങനെ പോകുന്നൂന്ന്? ഓ, അങ്ങനെ പോകുന്നു. അതിന്റെ കാര്യം പറയാത്തതാ നല്ലത്. എടാ, കുട്ടികളായാൽ നന്നായിട്ട് പഠിക്കണം. നിന്റെ പ്രായത്തിൽ ഞാനായിരുന്നു ക്ലാസ്സിൽ 1-ാമൻ. എന്നിട്ടെന്താ കാര്യം? വലുതാവുമ്പോ പശുവിന് തീറ്റയും കൊടുത്ത് കഴിഞ്ഞുകൂടാ. പഠിത്തത്തിന്റെ കാര്യം പറഞ്ഞ് ഒരു സ്വൈര്യം കിട്ടാതിരുന്നിട്ട് അങ്ങോട്ട് പോകുന്നത്. ഇവിടെ അതിനേക്കാളപ്പുറം. ഞാൻ പോവാ. എങ്കി പിന്നെ അങ്ങനെ ആവട്ടെ. അയ്യടാ, ഞാൻ പുറത്തോട്ടല്ല, വീട്ടിനകത്തോട്ടാ പോകുന്നത്. ഒരാഴ്ച കഴിഞ്ഞിട്ടേ ഞാൻ തിരിച്ചു പോകുന്നുള്ളൂ. കണ്ടകശനി കൊണ്ടേ പോവൂ. അത് പോട്ടെ, ആരാ നിന്റെ ക്ലാസ് ടീച്ചർ? സുമ ടീച്ചർ. ടീച്ചർ ആളെങ്ങനെ? വൈകി പോയമ്മാവാ, ടീച്ചറുടെ കല്യാണം കഴിഞ്ഞു. അതല്ല മോനെ, നന്നായി ക്ലാസ് എടുക്കുവോ എന്ന്. നല്ല ടീച്ചറാ. നമ്മുടെ കുടുംബകാര്യങ്ങളിലൊക്കെ ടീച്ചർക്ക് വളരെ ശ്രദ്ധയാ. ഓഹോ. കഴിഞ്ഞ ദിവസം ചോദിക്കുക, എടാ ടിന്റു, നിനക്ക് അനിയനുണ്ടോ എന്ന്. ഞാൻ പറഞ്ഞു ഇല്ല. ഏട്ടനുണ്ടോ എന്നായി അടുത്ത ചോദ്യം. അപ്പൊ ഞാൻ പറഞ്ഞു, എനിക്ക് അനിയനുമില്ല ചേട്ടനുമില്ല, ഞാൻ ഒറ്റ മോനാ എന്ന്. അപ്പൊ ടീച്ചർ എന്തു പറഞ്ഞു? ദൈവത്തിന് സ്തുതിന്ന്.